ഇന്ത്യക്ക് പുറത്തുനിന്ന് നോക്കിയാൽ വാനോളം പൊങ്ങിയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെ കേരളത്തിന്, ആരോഗ്യ വകുപ്പ്. ഇത്രയും നല്ല വൃത്തിയും വെടിപ്പും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും സൗകര്യങ്ങളും കൊണ്ട് കൂമ്പാരം നിറഞ്ഞിരിക്കുന്ന ഒരു ആരോഗ്യ രംഗമെന്നാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നത്. മാറി മാറി വരുന്ന ഒരു സർക്കാരിനെ നമ്മൾ നേരിട്ട് പറയുമല്ലോ പറഞ്ഞത്, മാറി മാറി വരുന്ന എല്ലാ സർക്കാരും പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം ചികിത്സയ്ക്ക് തേടി അറബികളും യൂറോപ്യൻസും മറ്റവരും മറിച്ചവരും ഒക്കെ ഇവനൊരു പല്ലുവേദന വന്നാൽ പോലും അമേരിക്കക്കാർക്ക് നമ്മുടെ നാട്ടിലാവുന്ന പല്ലുവേദനയ്ക്ക് ചികിത്സിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരാണ് കെട്ടിടം തകർന്നു വീണ് മരിക്കുന്നത്. അതാണ് നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ പുഷ്ടി. നമ്മുടെ നാട്ടിലുള്ള ഇല്ലെങ്കിൽ അനസ്തേഷ്യ കിട്ടാതെ മരിക്കും, ഇല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ളവര് ഈ ചികിത്സ തേടി, ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ചികിത്സ തേടി എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലോട്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ടും, മെഡിക്കൽ കോളേജ് വണ്ടാനൊന്നും ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ കോളേജുകളിലോട്ടാണ് പോകുന്നത്. കാരണം ഇത്രയും വലിയ ആരോഗ്യരംഗമുള്ള നമ്മുടെ നാട്ടിൽ പുറത്തേക്ക് പോകാൻ നമ്മുടെ കേരളത്തിൽ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നാളെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, പൗർണമി 80% സാധാരണക്കാരാണ്. അവരാശ്രയിക്കുന്നത് എല്ലായ്പ്പോഴും സാധാരണ ഫെസിലിറ്റീസ്, ഇതെല്ലാം സൗജന്യം എന്ന് പറയുന്നില്ല, എങ്കിലും ഒരു ഇത്ര % ഓഫ് എമൗണ്ട് കൊടുത്താൽ മതിയെങ്കിൽ നമ്മുടെ സർക്കാർ നല്ല ചികിത്സ കൊടുക്കുമെന്ന് കേട്ടാൽ എല്ലാവരും അങ്ങോട്ടേ പോകത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പാവങ്ങളുടെ നിവർത്തികേടാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയി തറയിൽ കിടന്ന് നിരങ്ങുക തന്നെയാണ് അവർ. ആസ്മ പേഷ്യൻസ് ആയാലും ഹൃദ്രോഗികളായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടവരായാലും ഗർഭിണികളും പ്രസവിക്കാൻ പോകുന്നവരും പ്രസവിച്ച് കിടക്കുന്നവരും ഒക്കെ ഒരേ വാർഡിൽ ഒരേ കട്ടിലിൽ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കേസ് എടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾ വേണ്ട വണ്ടാനം നോക്കണ്ട, ഏത് മെഡിക്കൽ കോളേജിലും നമ്മളൊന്ന് പോയി നോക്കുവാണെങ്കിലേ ജനറൽ വാർഡിലേക്ക് അല്ലെങ്കിൽ വാർഡ് അവിടെ പിന്നെ റൂമൊന്നുമില്ല, വാർഡിൽ ചെല്ലുവാണെങ്കിൽ ഒരു ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഒരു ബെഡിൽ 2 രോഗികളൊക്കെ കിടക്കുന്നത്. അങ്ങോട്ടൊരു അപ്പൂപ്പൻ കിടക്കുമ്പോൾ ഇങ്ങോട്ടൊരു അമ്മൂമ്മ തിരിഞ്ഞു കിടക്കുന്നു. നോക്കുമ്പോൾ രണ്ട് ടീമുകളാണ്. കാരണം അവർക്ക് തറയിൽ കിടക്കാൻ വയ്യ, നിവർത്തികേടുകൊണ്ട് കിടക്കുന്നു. നമുക്ക് രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്, നീണ്ടു നിവർന്ന് കിടക്കേണ്ട രോഗങ്ങളുണ്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട രോഗങ്ങളുണ്ട്. ഇതിനെല്ലാം മറ്റേ എന്ത് പറയുന്നത്, നമ്മുടെ എറണാകുളത്തെ മറ്റേ ആ ബ്രഹ്മപുരത്തെ മാലിന്യക്കൂമ്പാരത്തിൽ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജ് അകത്ത അവസ്ഥയാണ്. മെഡിക്കൽ കോളേജ് മാത്രമല്ല, സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ ഹോസ്പിറ്റൽസിന്റെയും ഇത് തന്നെ അവസ്ഥ. നമുക്ക് ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷൻ പോലെ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? വേണ്ട. പ്രൈവറ്റ് ഹോസ്പിറ്റലിന് അത്രയും വേണമെന്ന് നമ്മൾ പറയുന്നില്ല പൗർണമി. ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ ഒരു 10% ഈ കൊടുക്കുന്ന വോട്ടിന്, ഈ മറിക്കുന്ന തുകയ്ക്ക് ഫണ്ടുകൾ ഇഷ്ടം പോലാണെന്നാണ് പറയുന്നത്. പൗർണമിക്ക് എന്താ അഭിപ്രായം അതിനെ കുറിച്ച്? പക്ഷേ ശാലിക പറഞ്ഞത് ശരിയാണ്. അതായത് ഈ പറയുന്ന പോലെ ഇത്രയും വലിയ കണക്കുകൾ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. അതായത് കോടികളുടെ കണക്ക്, അതും 1 മുതൽ 100 വരെയുള്ള കോടികളൊന്നും അല്ല, അതൊക്കെ മേലെയുള്ള കണക്കുകളാണ് കേൾക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് വീട് വെക്കാൻ നൽകുന്നത് എത്ര രൂപയാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു തുക പോലും ചെലവഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും നല്ല ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുമായിരിക്കാം ഏത് ഹോസ്പിറ്റലുകളിൽ. പക്ഷേ കോടികളുടെ കണക്ക് പറയുകയും ലക്ഷങ്ങളുടെ പോലും ചെലവ് വരുത്താതിരിക്കുകയും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഇല്ലാതിരിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും സാധാരണക്കാർ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മുടെ നാട്ടിൽ എല്ലാവരും ലക്ഷറി ആയിട്ട് ജീവിക്കുന്നവരോ എല്ലാവരും അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ളവരോ ഒന്നും അല്ല. പക്ഷേ സാധാരണക്കാരും അല്ലെങ്കിൽ താഴെയുള്ളവരും ഒക്കെ ഒരുപാട് എല്ലാവരും ചേർന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാടിൻ്റേത്. പിന്നെ ഈ പറയുന്ന പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പോലെ ഐക്യമുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ ഐക്യം കൊണ്ട് മാത്രം ഓരോരുത്തരുടെ അസുഖങ്ങൾ മാറില്ലല്ലോ. ഇപ്പം തന്നെ റീസെൻ്റ്ലി നടന്ന ആ ഒരു പൊടിക്കുഞ്ഞിന്റെ മരണം, അതായത് ഈ അമ്മയും കുഞ്ഞും പദ്ധതി അല്ലേ, ആ ഒരു പദ്ധതി പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് 60%, അതായത് 1 രൂപ പോലും ഇവർ മുടക്കണ്ട. ഈവൻ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെയും അമ്മയും വീട്ടിൽ കൊണ്ടെത്തിക്കുകയും 40 ദിവസത്തോളം അമ്മയുടെ ചിലവും പിന്നീടുള്ള 1 ഇയറിന്റെ കുഞ്ഞിന്റെ ചിലവും വഹിക്കേണ്ടത് സർക്കാരുകളാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജനിച്ച കുഞ്ഞിന് ആവശ്യമായ ഒരു സാധനങ്ങളും അവിടുന്ന് ലഭ്യമായില്ല. കൂലിപ്പണി ചെയ്യുന്ന അവർ 1000 രൂപയോളം ഒരു ദിവസം മുടക്കേണ്ടതായിട്ട് വന്നു. കുഞ്ഞു മരിച്ചു. അവസാനം ആ കുഞ്ഞിനെ ഒന്ന് അടക്കം ചെയ്യാൻ പോലും സ്വന്തമായി കുറച്ച് സ്ഥലമില്ലാത്ത ആളുകളാണ് അവസാനം അവർ KSRTC ബസ്സിലോ മറ്റോ, അതായത് ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത്. കാരണം എത്ര പരിതാപകരമാണ്. നമ്മൾ ആരും നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടേതായ തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് എത്തി നോക്കാനുള്ളൊരു സമയം നമുക്ക് ആർക്കും ഇല്ല, ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കുറ്റം പറയുമ്പോൾ നമുക്കൊന്ന് നോക്കാം, ഈ മാധ്യമപ്രവർത്തകർ എത്ര ബുദ്ധിമുട്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലാതെ, അതിനെ നമ്മൾ ചീത്ത വിളിക്കും അല്ലെങ്കിൽ തെറ്റ് പറയും, പക്ഷെ അവർ കൊണ്ടുവരുമ്പോഴല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുന്നുണ്ടോ? അങ്ങനെയുള്ള അറിയിപ്പുകൾ ഉണ്ടാവുമ്പോഴല്ലേ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയരുന്നതും അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും, അല്ലേ ശാരിക? തീർച്ചയായിട്ടും. ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരണപ്പെട്ടു. പിഞ്ചു കുഞ്ഞ്, എത്ര മാസം പ്രായമുള്ള കുട്ടി മരണപ്പെട്ടു. അതിന്റെ കാരണം ശരിക്കും
ശരിക്കും പറഞ്ഞാൽ ആരുടെ അനാസ്ഥയാണ് ഇത്? ഒരു ദിവസം അത് വെന്റിലേറ്ററിൽ കിടന്നു, ഇത്ര ദിവസങ്ങൾ അത് അവിടെ കിടന്നിട്ടും ആ അച്ഛൻ അമ്മയും കൂലിപ്പണിക്കാരാണ്. അവരെ കൊണ്ട് നോക്കാവുന്നതിന്റെ പരമാവധി അത് നോക്കുന്നു, അതിനുശേഷം അത് മരണപ്പെടുന്നു. ഇത് ഈ പറയുന്ന പൗർണമി പറഞ്ഞ പോലെ കേന്ദ്ര സഹായ പദ്ധതിയായിട്ടുള്ള അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെടേണ്ടതാണ്. പക്ഷേ ഈ കേന്ദ്ര സഹായം 60% കേന്ദ്രം കൊടുക്കുമെന്നും 60% ബാക്കി 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല. വെറും 10 രൂപ വിലയുള്ള ഷുഗർ സ്ട്രിപ്പുകൾ മാത്രമാണ് ഈ പറയപ്പെടുന്ന സർക്കാർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി എല്ലാ മരുന്നുകളും പുറത്തേക്ക് അറിയുന്നത്. ഇപ്പോൾ ഒരു പ്രമുഖ സലൈൻ മാധ്യമത്തിൽ അവർ കൊടുത്ത ആ ഒരു ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന, അമ്മ തന്നെ പറയുന്നതാണ് എല്ലാ മരുന്നുകളും പുറത്തുനിന്നാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങളെ കൊണ്ട് വയ്യിന് മുന്നോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് അവർ. അവസാനം ആ കുഞ്ഞിനെ അവർക്ക് കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നു. ഇതാണോ നമ്മുടെ ആരോഗ്യരംഗം? കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് കണ്ടു, മന്ത്രി, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നിട്ട് ഒരു ഫാർമസിയിൽ, മെഡിക്കൽ കോളേജിന്റെ ഫാർമസി വന്നിട്ട് ലിസ്റ്റ് കാണിച്ചിട്ട് ചോദിക്കുന്നു ഈ ഇന്ന മരുന്നുകളൊക്കെ ഇന്ന മരുന്ന്. സത്യത്തിൽ അതിപ്പോ പ്രചരിക്കുന്നുണ്ട്, കാരണം ഇപ്പൊ ഈ കൺസേൺഡ് ആയിട്ടുള്ള സംഭവങ്ങളുമായിട്ട് അനുബന്ധിച്ച് ആ റീൽസ് പിന്നെയും പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടി. അല്ല, ആരോഗ്യമന്ത്രി അറിയാതാണോ ഫാർമസികളിൽ കാര്യം? ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പിന്നെ എന്താണ് പണി അവിടെ? ആരോഗ്യവകുപ്പ് മന്ത്രി വലിയ അഭിമാനത്തോടെ മാസ്ക് ഒക്കെ വെച്ചിട്ട് മറ്റേ CID ഉണ്ണികൃഷ്ണനെ പോലെ വന്നിരുന്നുണ്ട്, ഈ മരുന്നൊന്നും എന്താ ഇവിടെ ഇല്ലാത്ത, കൈയെടുക്കൂ പരിചയം എടുക്കൂ എന്ന് പറഞ്ഞ് നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഈ സത്യത്തില് ഈ ഫാർമസി ആണോ തലേ ചുമന്ന് മരുന്ന് കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല പോലും? ആരുടെ മുമ്പിലാണ് ഈ പൊറാട്ട് നാടകം കാണിക്കുന്നത്? ഈ മരുന്നുകളെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇൻസ്പെക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിങ്ങിൽ വരേണ്ട ഒരു സാധനമല്ലേ? ഫാർമസികളിൽ മരുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ചും വേറെ ഒരിടത്തും നിങ്ങൾ അന്വേഷിക്കേണ്ട. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹോസ്പിറ്റലും കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലും ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. മെയിൻ മെഡിക്കൽ കോളേജുകളിലൊക്കെ മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കേണ്ടത് പിന്നെ ആരാണ്? വീട്ടിലെ ഗൃഹനാഥന്മാരാണോ? സാധാരണ വീട്ടിലെ ഗൃഹനാഥന്മാർ ഇടക്കിടയ്ക്ക് പോയി മെഡിക്കൽ കോളേജ് അന്വേഷിക്കണോ? മറ്റേ ലോൺ കിട്ടുന്ന പോലെ ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടോ സാർ, ഇവിടെ മരുന്നുണ്ടോ സാർ എന്ന് ചോദിക്കണോ? എന്താണ് നിങ്ങൾക്ക് പണി? വേണ്ട, മന്ത്രി നേരിട്ട് വരണ്ട. നിങ്ങൾക്ക് മറ്റേ സിൽബന്തികളുണ്ടല്ലോ, ബ്യൂറോക്രസി. ഡോക്ടർ ഹാരിസ് പറഞ്ഞല്ലോ, ബ്യൂറോക്രാറ്റ്സിന്റെ ഒരു ലോകമാണല്ലോ ഇവിടെ. എന്തുകൊണ്ടൊന്നും അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? എന്താണ് ഇവർക്കൊക്കെ ഒന്ന് പണി എന്ന് അറിഞ്ഞാൽ നമുക്ക് കൊള്ളാമെന്നുണ്ടല്ലോ പൗർണമി. ഇവരൊക്കെ പണി എന്താ ശരിക്കും? അല്ല, ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. അതിപ്പോൾ ഏത് ഭരണമായാലും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ടവരാണ്. അപ്പം ആ ജനജീവിതം തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം ജനങ്ങൾ അക്ഷമരാവും, അവർ പ്രതികരിക്കും. കാരണം മുൻപുള്ളതുപോലെ മിണ്ടാതിരിക്കുന്ന ഒരു ജനസമൂഹമല്ല നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത്. ഇപ്പോൾ പ്രതികരിക്കാനുള്ള ഒരുപാട് മെറ്റീരിയൽസും കയ്യിലുണ്ട്. സോഷ്യൽ മീഡിയ മാത്രം മതി, വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ എന്തായാലും അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഈ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും തുടരെ ഇങ്ങനെയുള്ള പല കോണുകളിൽ നിന്നും പല അറ്റാക്കുകളും വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ അതിൻ്റെ സത്യാവസ്ഥയും അല്ലെങ്കിൽ എന്താണ് അവരുടെ വശം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം കൊണ്ട് മാത്രം കാര്യമാവില്ല. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പൊ ഈ റീസെന്റ് നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് ദാരുണമായ സംഭവം പോലും ഇതെല്ലാം ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ അത് നിൽക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഡിബേറ്റ് ചെയ്യുന്ന ഒരു ചാനലിൽ നിന്ന് ഇവിടേക്ക് ലൈവിന് പോയിരിക്കുകയാണ്. അവിടുത്തെ റിപ്പോർട്ടേഴ്സ് എന്നോടൊന്ന് പറയുന്നത്, ശാരിക, മന്ത്രി വന്നിട്ട് പറയുകയാണ് ഇതിന്റെ അടിയിൽ ആരുമില്ല, അത് ഉപയോഗശൂന്യമായി കിടന്നൊരു കെട്ടിടമാണ്. ബട്ട് അവർ എന്നോട് വന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ ഉപയോഗിച്ച തോർത്തും സോപ്പുകളും അവിടെ ഇരിപ്പുണ്ട്. അതുകൂടാതെ അപ്പൊ ഉപയോഗിച്ച ചട്ടിയും കലമെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് ഉപയോഗശൂന്യമായ കെട്ടിടമാകുന്നത്? അതൊരു കള്ളത്തരമായിരുന്നു. കാരണം അങ്ങനെ ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറഞ്ഞ് 2 മണിക്കൂർ വേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പാവപ്പെട്ട സ്ത്രീ അതിനെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചത്. ആര് പിഴച്ചു ഇതിനൊക്കെ? അവരുടെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഒരു തെറ്റും ചെയ്യാത്ത മകൾക്ക് കൂട്ടിരിക്കാൻ വന്നൊരു സ്ത്രീയാണ് അതിന്റെ അടിയിൽ കിടന്ന് മരിച്ചത്. അപ്പോൾ ആ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണെങ്കിൽ അബൻഡൻ കെട്ടിടം, അവിടെ എല്ലാം അടച്ചുപൂട്ടി വെക്കണം. ഇത് ആരും ഇതിനകത്തോട് പ്രവേശിക്കുന്നൊരു ബോർഡ് എഴുതി വെച്ചു കൊടുത്തിട്ട് അവർ അതിന്റെ വാതിക്കെ പോയി നിന്ന് ഇത് ഇടിഞ്ഞു വീണ് മരിച്ചെന്ന് പറഞ്ഞാൽ അന്തസ് മനസ്സിലാക്കാം. പക്ഷെ ഇത് അങ്ങനല്ല. സ്ഥിരമായ ആളുകൾ കുളിക്കുകയും വരികയും ചെയ്തിരുന്ന കെട്ടിടം മന്ത്രി പറയുകയാണ്, അത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയാണ്, ഇതിനകത്ത് ആരുമില്ല, ഇത് ഞങ്ങൾ ഇതിന്റെ ഈ പറയപ്പെടുന്ന കെട്ടിടം അബൻഡൻ ചെയ്തിരിക്കുന്ന കെട്ടിടമാണെന്ന് പറയപ്പെടുന്നു. പുതിയൊരു കെട്ടിടം അവിടെ പണിതിട്ടുണ്ട്. അതിന്റെ സൂപ്രണ്ട് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പത്രക്കുറിപ്പ് കാണാം, ഞാൻ എല്ലാ കുറ്റവും ഏറ്റെടുക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് ആര് കുറ്റം ഏറ്റെടുത്താലും പോയ ആള് തിരികെ വരും. അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കാം. കാരണം ഈ പുതിയ കെട്ടിടം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോ ഇതൊക്കെ ആരാണ്? ജനങ്ങൾ എന്താ പുഴുക്കളാണോ? ജനങ്ങൾ എന്താ പട്ടികളോ പൂച്ചകളോ? മൃഗങ്ങൾക്ക് വരെ കയറി കിടക്കാൻ സ്ഥലമുണ്ട്, മനുഷ്യർക്ക് അതില്ല എന്നാ തോന്നുന്നത്. കാരണം ഇതല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ? നമ്മുടെ ആരോഗ്യരംഗം കഷ്ടം, നാണം കെട്ട് പോവുകയാണ്, പേടിയാവുകയാണ്. എന്ത് ചെയ്യും? ഒരു അസുഖം വന്നാൽ നമ്മുടെ വീട്ടുകാരെയും കൊണ്ട് എങ്ങോട്ട് പോകും? അതെ, കാശുള്ളവർക്ക് പോവാം. സാധാരണക്കാരെ നമ്മളൊക്കെ എന്ത് ചെയ്യും? പറയൂ. ആരോഗ്യവകുപ്പാണ് ഉത്തരം നൽകേണ്ടത്.